നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുടെ കമൻറ്റ് കിട്ടുകയുണ്ടായി. എന്താണ് സുരേഷ് ഇപ്പോൾ കഥയൊന്നും പറയുന്നില്ലല്ലോ, വീഡിയോകളൊന്നും കാണാറില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്. ഞാനൊരു വെക്കേഷനിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. സോറി, ഇനി റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തനായ ഒരു ഓണക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാൻസറിനൊക്കെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായിട്ട് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അദ്ദേഹം യാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹം യാത്ര ആരംഭിച്ച ഉടനെ തന്നെ അതിശക്തമായ കാറ്റും മഴയും വരികയും കാലാവസ്ഥ വളരെ മോശമാവുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഒരു എമർജൻസി ലാൻഡിങ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഫറൻസ് വളരെ അത്യാവശ്യമായിട്ടുള്ള കോൺഫറൻസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാർ അറേഞ്ച് ചെയ്ത് ആ കാറ് സ്വയം ഡ്രൈവ് ചെയ്ത് ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് അദ്ദേഹം കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും മഴ അതിശക്തമാകുകയും കാറ്റും ശക്തമായതിനെ തുടർന്ന് അദ്ദേഹത്തിന് വഴി തെറ്റിപ്പോവുകയാണ്. അങ്ങനെ വഴി തെറ്റിപ്പോയി ഇദ്ദേഹം അങ്ങനെ ഒരു വില്ലേജിലേക്ക് കടന്നു പോവുകയാണ്. ഇദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്തേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഇദ്ദേഹം ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോഴേക്കും ഇദ്ദേഹം നോക്കുമ്പോൾ ചുറ്റുപാട് വീടുകളൊന്നും കാണുന്നില്ല. അങ്ങിങ്ങ് ചില വീടുകൾ മാത്രമാണ് അദ്ദേഹം കാണുന്നുള്ളൂ. എവിടെ എത്തിപ്പെട്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ കണ്ട ഒരു വീടിൻ്റെ മുൻപിൽ നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരു സ്ത്രീ വന്ന് വാതിൽ തുറക്കുകയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, കാലാവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് യാത്ര ചെയ്യുന്നത് സേഫല്ല, അതുകൊണ്ട് എന്തുകൊണ്ട് വീടിനകത്ത് വന്ന് ഇരുന്നു കൂടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് വീടിനുള്ളിലേക്ക് പോവാണ്. വളരെ ചെറിയൊരു വീടാണ്, ഒരു ഹോളും കിച്ചനും റൂമും ഒക്കെ ഉള്ള ഒരു ചെറിയ വീടാണ്. പക്ഷേ വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുള്ള ആ വീട്ടിൽ അദ്ദേഹം കയറിയിരിക്കുകയാണ്. അന്നേരത്തേക്കും ഈ സ്ത്രീ പോയിട്ട് നല്ല കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ സ്ത്രീ ആ വീട്ടിലെ ഹാളിൽ തന്നെയുള്ള ഒരു തൊട്ടിലിനരികിൽ പോയി നിന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ മുഖഭാവവും ഒക്കെ കണ്ടിട്ട് ഈ ഡോക്ടർ ഇവർക്ക് എന്തോ സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. പക്ഷെ ഒരുപാട് പഠിച്ച ഡോക്ടർക്ക് ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. അങ്ങനെ സ്ത്രീ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമെന്ന്? ഇല്ല, അതിന് ചാൻസേ ഇല്ല. എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് ഈ ഡോക്ടർ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്. അപ്പോൾ സ്ത്രീ പറയുകയാണ്, ആ കിടക്കുന്നത് എൻ്റെ കുഞ്ഞു മകനാണ്. അവന് വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാൻസറുണ്ട്. അതിന് ചികിത്സിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഡോക്ടറെ ഇവിടെയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് മാർക്ക് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഫീസ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഒരു വഴി കാണിക്കണേ എന്ന് പറഞ്ഞാണ് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചതെന്ന് പറയുകയാണ്. ഇത് കേട്ട ഡോക്ടർ അങ്ങനെ കണ്ണുമിഴിച്ച് ഒരു നിമിഷം ഇരുന്ന് പോവുകയാണ്. അദ്ദേഹം ആലോചിക്കുകയാണ്, തൻ്റെ വിമാനം എമർജൻസി ലാൻഡ് ചെയ്തു, അത് കഴിഞ്ഞ് എനിക്ക് വഴി തെറ്റി ഞാനിവിടെ എത്തപ്പെട്ടിരിക്കുന്നു. അത് മറ്റൊന്നിനുമല്ല, ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ കഥയിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ, നമുക്ക് മറ്റാരും ഇല്ലാതിരിക്കുമ്പോൾ അത് ഒരുപാട് പണമുള്ളവനോ അല്ലെങ്കിൽ പാവനാണോ അല്ലെങ്കിൽ ഒരുപാട് ബന്ധുബലമുള്ളവനോ ആയിരിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ പ്രാർത്ഥനയും വിശ്വാസവും അത് നമ്മളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് വിശ്വാസവും പ്രാർത്ഥനയും പലർക്കും അത് വളരെ സഹായകരമായിരിക്കും. ചിലർക്ക് അതിൽ വിശ്വാസം ഉണ്ടായെന്ന് വരില്ല, പക്ഷേ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ശക്തിയുണ്ട്.
വിശ്വാസത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.